തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ കമാൻഡർ യാമനെയാണ്. ഗായ്സിന്റെ റീസെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വളരെയധികം ഡേഞ്ചർ ആണ്. റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള മയൂരി കൊടുക്കുകയാണ്. സോ നമ്മുടെ മയൂരിനോട് ഹ്യൂമൻ വേൾഡിലേക്ക് പോയിട്ട് അലങ്കാഴ്സിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മുടെ മയൂരി വളരെയധികം മടിയനാണ്. അതുകൊണ്ട് തന്നെ ഈ ജോലിയാണെങ്കിൽ സബോർഡിനേറ്റ്സിനെ ഈ ജോലി ചെയ്യാൻ വേണ്ടി നമ്മുടെ മയൂരി വിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എനിക്ക് വേണ്ടി വിടാൻ പറ്റിയ കറക്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ റിന്നാണ്. റിന്ന ആരാന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഞാൻ ചുമ്മാ നമ്മുടെ റിന്ന എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ഈ സ്കോഡിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു മെമ്പറാണ്. നമ്മുടെ മയൂരി ആണെങ്കിൽ റിന്നിനെയാണ് ഹ്യൂമൻ വേൾഡിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. റിന്നാണെങ്കിൽ ഹ്യൂമൻ വേൾഡിൽ പോയിട്ട് അവളുടെ ഫേവറേറ്റ് റെസിപ്പി ആയിട്ടുള്ള കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാണിക്കുന്നത് ഒരു ഗേറ്റ് ആണ്. സോ ഈ ഗേറ്റിൽ കൂടാണ് സോൾ സൊസൈറ്റിയിൽ നിന്ന് ഹ്യൂമൻ വേൾഡിലേക്ക് പോകുന്നത്. സോ അവിടെ നമ്മുടെ റിന്ന് വന്ന് നിൽപ്പുണ്ട്. റിന്നാണെങ്കിൽ എന്താണ് ഗേറ്റ് തുറക്കാത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഹനാത്രോ അങ്ങോട്ട് കടന്നു വരുന്നത്. ഹനാത്രോനെ കണ്ടുടനെ തന്നെ നമ്മുടെ റിന്നാണെങ്കിൽ അവിടെ വെച്ച് ഞെട്ടി തറയിലേക്ക് വീഴുകയാണ്. ഹനാത്രോ പറയുന്നത് എനിക്കും ഹ്യൂമൻ വേൾഡിൽ വന്നിട്ട് എല്ലാത്തിനെയും എനിക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഹനാത്രോ പറയുന്നത്. അവർ ആ ഗേറ്റ് യൂസ് ചെയ്തിട്ട് അവർ ഹ്യൂമൻ വേൾഡിലേക്ക് വരികയാണ്. ഹ്യൂമൻ വേൾഡിൽ വന്ന് അവരാണെങ്കിൽ നേരെ ഉരഹര ഷോപ്പിലേക്ക് പോവുകയാണ്. സോ അങ്ങനെ ഇവരിവിടെ വന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ ഉരഹരനോട് ഹനാത്രോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കമാൻഡർ യാമയാണ് അയച്ചിരിക്കുന്നത്. സ്പിരിച്വൽ പ്രഷറിനെ കുറിച്ച് പഠിക്കാനും അതുമാത്രമല്ല സീലിംഗ് ടെക്നിക്സിനെ കുറിച്ച് സിഗ്നിഫൈ ചെയ്യാനുമാണ് വന്നിരിക്കുന്നത്. വേൾഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻസിന്റെയും 80% ഓഫ് പവർ സീൽ ചെയ്ത് വെക്കും. ഹ്യൂമൻസ് ഈ സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത്. തന്നെ 20% പവർ യൂസ് ചെയ്തിട്ട് വേണം അവർ ഹോളോസിന്റെ കൂടെ അലങ്കാഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ. 20% പവർ യൂസ് ചെയ്തുകൊണ്ട് അലങ്കാഴ്സുമായിട്ട് നമ്മുടെ സോൾ റിപ്പേഴ്സിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അവർ അത്രയ്ക്ക് പവർഫുൾ ആണ്. സീലിംഗ് ടെക്നിക്കിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയാണ് റിൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ വേണമെന്ന് നമ്മുടെ ഉരഹരനോട് വന്ന് ഹനാത്രോ പറയുകയാണ്. സോ ഇത് കേട്ട ഉരഹര പറയുകയാണ് എന്ന് പറയുമ്പോൾ ചീക്ക നമ്മുടെ ചീക്ക വളരെയധികം വിഷമിക്കുകയാണ്. കാരണം ഫ്രീ ടൈം കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ചീക്ക മന്ദന്മാര് വന്നിട്ട് അത് നശിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ചീക്കനെ നിർത്തിയിട്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. ബാറ്റിൽ നടന്ന സ്ഥലത്ത് വെച്ചിട്ട് റിന്നാണെങ്കിൽ അലങ്കാഴ്സിന്റെ ഒക്കെ സ്പിരിച്വൽ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ ചീക്ക ഒരുപാട് ബോർ അടിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ചീക്കയ്ക്ക് അറിയത്തില്ല. സോ അങ്ങനെ അവർ ടൗണിൽ കൂടെ പോകുന്ന സമയത്ത് ടൗണിലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്പിരിച്വൽ എനർജി ഉണ്ട്. നമ്മുടെ റിന്നാണെങ്കിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. പോകുന്ന വരിക്കായിരുന്നു നമ്മുടെ റിന്നിന് ബേക്കറി കയറിയിട്ട് റെഡ് ഫോറസ്റ്റ് കേക്ക് മേടിക്കുന്നത്. സോ എന്നിട്ട് നമ്മുടെ ഹനാത്രോനോട് എനിക്ക് കേക്ക് വളരെ ഇഷ്ടമാണ്, കേക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എന്നൊക്കെ പറയുന്നു. തന്നെ ആ കടയുടെ മുമ്പിലായിട്ട് ഒരു ബൗണ്ട് സ്പിരിറ്റ് നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവർ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഞെട്ടുകയാണ്. സ്പിരിറ്റിനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ചീക്ക നല്ല രീതിയിൽ തന്നെ സീരിയസ് ആകുന്നു. ബൗണ്ട് സ്പിരിറ്റ് ഒക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരും. സോ അത് ബാക്കിയുള്ള പീപ്പിൾസിനെയൊക്കെ ഡേഞ്ചറിലാക്കും. തന്നെ ഇവനെ സോൾ സൊസൈറ്റിയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സംഘബന്ധുവിന്റെ പുറവശം വെച്ച് തലയിലേക്ക് വെക്കാൻ പോകുന്ന സമയത്ത് അയാൾ തടുക്കുകയാണ്. എന്നെ അങ്ങോട്ട് അയക്കല്ലേ, എന്നെ വെറുതെ വിടണേ, എനിക്ക് എന്റെ സ്വപ്നം ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് അയാൾ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ചീക്ക ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അയാളെ നേരെ സോൾ സൊസൈറ്റിയിലേക്ക് വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രണ്ടുപേരും വന്നിട്ട് നമ്മുടെ ചീക്കനെ തടുക്കുകയാണ്. ഒന്നും പറയാതെ ഇങ്ങനെ നമുക്ക് ചുരുക്കി ബേക്കർ എന്ന് വിളിക്കാം. ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പുതിയതായിട്ടുള്ള ഒരു ബേക്കറിയിലെ ഒരു ബേക്കർ. ഡ്രീം എന്ന് വെച്ചാൽ ഇങ്ങനെ കൈകൾ ഉണ്ടാക്കിയ കേക്കാണെങ്കിൽ ഇങ്ങനെ അമ്മ കഴിക്കാണ്. ഇങ്ങനെ ഡ്രീം ഞാൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ എൻ്റെ അമ്മ ഒരുപാട് വിഷമത്തിലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ എന്നാ ബേക്കർ പറയുകയാണ്. ഹനാത്രോയും ഇയാളുടെ സാഡ് സ്റ്റോറി കേട്ടതുകൊണ്ട് തന്നെ ഇയാളെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. റിന്നും അതുപോലെ തന്നെ നമ്മുടെ ഹനാത്രോയും ബേക്കറിനെ സഹായിക്കാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബേക്കറിന് ഒരുപാടധികം സന്തോഷം വരികയാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടധികം സന്തോഷം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉരഹര ഷോപ്പാണ്. ഉരഹരയും അതുപോലെ തന്നെ നമ്മുടെ ടെക്സായും കൂടെ ചേർന്നിട്ട് അവിടുത്തെ കിച്ചൺ മുഴുവനായിട്ട് തന്നെ ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ചോദിച്ചാൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ സഹായിച്ചിരിക്കുന്നത്. ഇവരെ വിചാരിച്ചിരിക്കുന്നത് ഇവർ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് 2 പീസ് കേക്ക് തരുമെന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും സഹായിച്ചത്. അവർ 4 പേരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ബേക്കറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം കേക്ക് ഉണ്ടാക്കുകയാണ്. എന്നാൽ അവർ ഇത് സീരിയസ് ആയിട്ട് എടുക്കാതെ വളരെയധികം ഫണ്ണി ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ബേക്കറിന് ഒരുപാടധികം ദേഷ്യവും ഒരുപാടധികം വിഷമവും വരുന്നുണ്ട്. സോ അങ്ങനെ അവർ ഒരുപാട് ശ്രമിച്ചിട്ട് അവർ കേക്ക് ഉണ്ടാക്കുകയാണ്. കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്യൂട്ടിഫുൾ ഒക്കെയാണ്. എന്നാൽ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. സോ ഇതിന്റെ ടേസ്റ്റ് എന്തുവാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സാധുയ്ക്കും അതുപോക്ക് തന്നെ കേക്ക് കൊടുക്കുകയാണ്. സോ അവർ വളരെയധികം സന്തോഷത്തോടെ ആദ്യം കേക്ക് തിന്നുവാണെങ്കിൽ അവർ മൊത്തത്തിൽ തന്നെ തളർന്നു പോവുകയാണ്. സോ ഇത് കാണുന്ന നമ്മുടെ ഉരു വരെ അങ്ങ് തളർന്നു പോവുകയാണ്. കേക്ക് ഫെയിലർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബേക്കർ ആണെങ്കിൽ വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ്. ഇനി എങ്ങനെയാണ് തന്റെ അമ്മയ്ക്ക് ഇനി കേക്ക് ഉണ്ടാക്കി
കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ആ 3 സോൾ റിപ്പേഴ്സ് കാണുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ബ്രേക്കറിന്റെ അമ്മയ്ക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയേ തീരുവെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ സാധനങ്ങൾ വീണ്ടും മേടിക്കുകയാണ്. അടുത്ത ദിവസം അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് അവർ കേക്ക് ഉണ്ടാക്കുകയാണ്. എല്ലാവരും വളരെയധികം സീരിയസ് ആയിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. സോ കേക്ക് ഉണ്ടാക്കി അവർ കഴിച്ചു നോക്കുന്ന സമയത്ത് കേക്ക് വളരെയധികം ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ അവർ മിഷൻ സക്സസ് ആയിരിക്കുന്നു. സോ അങ്ങനെ ബേക്കറിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവർ കേക്കൊക്കെ പാക്ക് ചെയ്ത് ബേക്കറിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. കേക്ക് കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ബേക്കറിന്റെ അമ്മ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് സമയത്ത്. കേക്ക് കൊടുക്കുന്ന സമയത്ത് തന്റെ മകനായിട്ടുള്ള ബേക്കർ പുറകിൽ നിപ്പുള്ളതുപോലെയാണ് തന്റെ അമ്മയ്ക്ക് തോന്നുന്നത്. വിഷമം വന്ന ബേക്കറിന്റെ അമ്മയാണെങ്കിൽ കേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കാണുന്ന സമയത്ത് നമ്മുടെ ബേക്കറിന് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ബേക്കർ ഒരുപാടധികം വിഷമിക്കുകയാണ്. നമ്മുടെ ബേക്കറിന് നെഗറ്റീവ് ഇമോഷൻസ് റിലീസ് ആകുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബേക്കർ ഒരുപാടധികം വേദനയായിട്ട് കിടന്ന് അലയ്ക്കുകയാണ്. ബേക്കറാണെങ്കിൽ ഇപ്പൊ ഒരു ഹോളോവായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. കാണുന്ന സമയത്ത് ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് എല്ലാവർക്കും വിഷമം വരുന്നുണ്ടെങ്കിലും അവർ സീരിയസ് ആകുകയാണ്. ബേക്കറിനെ ഹോളോ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് ഒരു വലിയ ഹോളോ വരികയാണ്. നമ്മുടെ ചീക്കാണെങ്കിൽ ആ വലിയ ഹോളോയിലൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തന്റെ സോൾ റിപ്പർ ഫോം പുറത്തേക്ക് എടുത്തിട്ട് ആ ഹോളോയിലൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സമയത്ത് തന്നെ താഴെ ഇരുന്ന ബ്രേക്കറിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഹോളോവായി മാറാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ നമ്മുടെ ഹനാത്രോന്റെ സംബത്ത് കുറച്ച് സ്പെഷ്യൽ ആണ്. നമ്മുടെ ഹനാത്രോ അങ്ങോട്ട് വരികയാണ്. സോ നമ്മുടെ ഹനാത്രോന്റെ സംബത്തു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സംബത്തു യൂസ് ചെയ്തിട്ട് ബേക്കറിന്റെ നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഹനാത്രോ അത് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ അറ്റാക്ക് കൊണ്ട് തന്നെ ആ ബിഗ് ഹോളോനെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കി അടിച്ച് തറയിലിരിക്കുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ചീക്കയ്ക്ക് പോലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഹനാത്രോ ഒരുപാടധികം പവർഫുൾ ആണ്. ഹനാത്രോ ആണെങ്കിൽ അവന്റെ സോഡിനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ സംബത്തു എന്ന് പറയുന്നത് അത്യാവശ്യം സ്പെഷ്യലാണ്. എനിക്ക് എനർജീസിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് എൻ്റെ സോഡിന്റെ എബിലിറ്റി. നമ്മുടെ ബേക്കർ ഓടി വന്നിട്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നമ്മുടെ ബേക്കർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേ നിങ്ങൾക്കൊന്നുമില്ല എന്നൊക്കെ ബേക്കർ പറയുന്നുണ്ട്. അറിയാം തന്നെ തൻ്റെ അമ്മയ്ക്ക് കാണാൻ സാധിക്കത്തില്ലെന്ന്. എന്നാൽ തൻ്റെ അമ്മയ്ക്ക് ബേക്കറിനെ കാണാൻ സാധിക്കുന്ന അറിയുന്ന ബേക്കറിന് ഒരുപാടധികം സന്തോഷം വരികയാണ്. ബേക്കറിന്റെ അമ്മയ്ക്കും തന്റെ മകനെ കണ്ടതുകൊണ്ട് തന്നെ ഒരുപാടധികം സന്തോഷം ബേക്കർ പറഞ്ഞതുകൊണ്ട് തന്നെ തന്റെ അമ്മ ആ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സമയത്ത് ആ കേക്ക് വളരെയധികം ടേസ്റ്റിയാണ്. സോ അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 6ന്റെ 34, 135 ഈ 2 എപ്പിസോഡ്സ് ഫില്ലേഴ്സ് ആണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് ക്രോമിൽ ചെന്ന് അടിച്ചു നോക്കിയാൽ മതി ബ്ലീച്ചിന്റെ ഏതൊക്കെ എപ്പിസോഡ്സ് ആണ് ഫില്ലർ എന്ന്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എപ്പിസോഡ്സ് ഒക്കെ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നി ഈ എപ്പിസോഡ്സ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന എപ്പിസോഡ്സ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എപ്പിസോഡ് കാണുന്ന നേരത്താണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഹനാത്രോ അത്യാവശ്യം ഇപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. വാറിന്റെ സമയത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹനാത്രോ ഒരുപാടധികം പവർഫുൾ ആയിട്ടിരിക്കും. എങ്ങനെയാണ് ഹനാത്രോയ്ക്ക് ഇത്രയും പവർ കിട്ടിയത്? അത് മാത്രമല്ല ഹനാത്രോന്റെ പവറൊക്കെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. സോ അന്നേരം വാറിന്റെ സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഈ എപ്പിസോഡ് കണ്ടതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ ബ്ലീച്ചിന്റെ എപ്പിസോഡിന്റെ അവസാനം ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് കിടന്നങ്ങ് ചിലക്കുന്നുണ്ട്. സോ അതിനി ഞാൻ ചെയ്യുന്നില്ല. സോ നിങ്ങളാരും പറഞ്ഞില്ല, എന്നാലും ഞാൻ അത് നിർത്തുകയാണ്. കാരണം അതെനിക്ക് എന്തോ ബോറിങ് പോലെ തോന്നുകയാണ്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ. പിന്നെ 100 ലൈക്സ് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.